മോഹനിൻ ഫലമാന്നി മോഹനമാന്തരംഗം ോളരാഗാന്തനായി ഞാൻ ശ്രീ യേശുവിൻ അവദാനം പാടി സ്വർഗീയ താളങ്ങൾ തേടി ഞാൻ ജീവന്റെ തമ്പുരുമീട്ടി കന്യാസുതനെ നിൻവിരൽ തഴുകി കന്യാസുതനെ നിൻവിരൽ തഴുകി പാടാത്ത വീണകൾ പാടി നിൻകൊളരാകാതനായി ഞാൻ. ദൂരസഞ്ചാരത്തും വഴിയോരങ്ങളിലും വഴിവീഥികളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യരും ബഹുമാന്യരുമായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രൈസ്തവ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെയും വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിലും ആരംഭിക്കപ്പെട്ട ഈ ബോധവൽക്കരണ സുവിശേഷ സന്ദേശയാത്ര ഇന്ന് ഈ ജംഗ്ഷനിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ളത് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചു വരുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും. നമ്മുടെ ഈ കൊച്ചു കേരളം സ്വർഗതുല്യമായ നാട് എന്ന് വിവിധ ചരിത്രരേഖകളിലൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിളിപ്പേരിൽ പല രാഷ്ട്രങ്ങളിലും ലോകത്തിന്റെ വിവിധ മേഖലകളിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തെ തലയുയർത്തി പിടിച്ചു നിർത്തക്കുന്ന നിലവാരത്തിലേക്ക് ആ നാമം ഉപകാരപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അല്ലെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കപ്പുറത്തായി ഇരുളടയപ്പെട്ട ഒരു സാമൂഹിക വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ ഈ കൊച്ചുനാട്. വിദ്യാഭ്യാസം ചെയ്യുവാൻ അനുവാദമില്ലാതിരുന്ന കാലഘട്ടം, വഴി നടക്കുവാൻ അനുവാദമില്ലാതിരുന്ന കാലഘട്ടം എന്നുവേണ്ട മനുഷ്യനെ മൃഗത്തോട് കൂട്ടിച്ചേർത്ത് പാടങ്ങളിൽ ഒഴിവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം, അങ്ങനെയൊക്കെയുള്ള തിന്മ നിറഞ്ഞ അടിമത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു നാം ജീവിച്ചിരുന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾക്കപ്പുറം നൂറ്റാണ്ടുകൾ മാറി ജനാധിപത്യ വ്യവസ്ഥകളിലേക്കൊക്കെ നമ്മൾ കാലെടുത്തു വെച്ചപ്പോൾ മറ്റു വ്യവസ്ഥിതികൾക്കൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് ഇരുളടയപ്പെട്ട മേഖലയിൽ നിന്ന് വെളിച്ചം വീശുന്ന ഒരു സമൂഹത്തിനുടമകളാക്കി നമ്മളെ മാറ്റിമറിച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലവാരത്തിൽ വിദ്യാഭ്യാസം ചെയ്യുവാൻ അനുവാദമില്ലാതിരുന്ന ഈ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭാഗങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും 100% സാക്ഷരത നിറഞ്ഞ, അല്ലേ സാക്ഷരതയിൽ 100% ഉറപ്പുവരുത്തിയ ഒരു നാടായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കണം എന്നുള്ള കാര്യത്താൽ മുമ്പോട്ടിറങ്ങിത്തിരിച്ച ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പാക്കിയുണ്ടായി. നല്ല നല്ല റോഡുകള്, ഹോസ്പിറ്റലുകള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് എന്നുവേണ്ട നമുക്ക് ഉയർത്തിക്കാട്ടുവാൻ പലവിധമായ മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിലെ പത്രധാരാ മാധ്യമങ്ങളൊക്കെ അതിനെ വിളിച്ചോതത്തക്ക നിലവാരത്തിൽ, പുകഴ്ത്തി കാണിക്കുന്ന നിലവാരത്തിലൊക്കെ വാർത്തകൾ നമ്മുടെ മുമ്പിൽ സമ്മാനിച്ചു തരാറുണ്ട്. എല്ലാ നിലവാരത്തിലും ഉയർച്ച പ്രാപിക്കപ്പെട്ട, എല്ലാ നിലവാരത്തിലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപടിയുടെ കാൽച്ചുവടുകൾ വെച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വേറിട്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തെ നോക്കി നമുക്ക് അഭിമാനിക്കുവാൻ വകയുണ്ട്, നമുക്ക് തലയുയർത്തിപ്പിടിക്കുവാൻ വകയുണ്ട്.
ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിറകയിൽ തന്നെ ഉയർന്നു കാണത്തക്ക നിലവാരത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. എന്നാൽ പ്രഭാതത്തിൽ നമ്മുടെ സിറ്റുവെട്ടുകളിൽ പറന്നു വീഴുന്ന പത്രങ്ങൾ നിവർത്തി വായിക്കുന്ന ഒരു വായനകർത്താവിന്റെ ഹൃദയത്തെ ഞെടുക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നു വീഴുന്നത്. സാക്ഷരതയിൽ 1-ാം സ്ഥാനവും വികസനത്തിൽ 1-ാം സ്ഥാനവുമൊക്കെ നമ്മൾ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടുമ്പോൾ നമ്മുടെ അടുത്തൊരു തലമുറ സാമൂഹിക തിന്മകൾക്കും സാമൂഹിക അരാജകത്വത്തിനും വഴിതിരിക്കുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത സത്യമായ യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ വാർത്താധാരാ മാധ്യമങ്ങളും ഒക്കെ പരിശോധിക്കപ്പെടുമ്പോൾ അനുദിനം വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ, പീഡനങ്ങളുടെ പരമ്പരകൾ, കവർച്ചകൾ, കൊള്ളവെപ്പുകൾ, മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും സുലഭമായ ഉപയോഗങ്ങൾ, ഇതൊക്കെ എടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ വികസനവും ഒരു ഭാഗത്ത് ഉയർച്ചകളുമൊക്കെ നമ്മൾ വിളംബരം ചെയ്യുമ്പോൾ മറുഭാഗത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂല്യച്യുതി വന്നിരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. ഓരോ പത്രങ്ങൾ നിവർത്തി വായിക്കപ്പെടുമ്പോൾ അതിനകത്ത് കാണുവാൻ കഴിയുന്നത് വിദേശ വാർത്തകൾ കൊടുക്കുവാൻ വേണ്ടി വൈദേശികമെന്ന മേഖലകൾ കാണിക്കാറുണ്ട്. മരണപ്പെട്ട ആൾക്കാരെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുവാൻ മരണമെന്ന പേജുണ്ട്. അങ്ങനെ വിവിധ തുറകളിൽ ഓരോ ഭാഗങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് ഒരു പേപ്പർ മുഴുവനായിട്ട് പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പരമ്പരകൾ തന്നെ നിരത്തിവെച്ചിരിക്കുന്ന വാർത്തകളാണ് കാണുവാൻ കഴിയുന്നത്. പ്രബുദ്ധരായ സാക്ഷരതയുള്ള ഈ കൊച്ചു കേരളത്തോട് ആ പത്രമാധ്യമം വിളിച്ചു പറയുന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യമുണ്ട്. പീഡനത്തിന്റെയും കൊലപാതകത്തിന്റെയും അക്രമത്തിന്റെയും വാർത്തകൾ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു പത്രം തന്നെ വേണ്ടിവരുന്ന ഒരു നാള് ഏറെ വിദൂരമല്ല എന്നുള്ളത് അത് മൗനമായി വിളിച്ചു പറയുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ അപകടങ്ങളുടെ നിരക്കുകൾ വർദ്ധിച്ചു വരുന്നു, കൊലപാതകങ്ങൾ പെരുകി വരുന്നു, ആത്മഹത്യകൾ പെരുകി വരുന്നു. വെള്ളത്തിച്ചാടിയും കെട്ടിഞ്ഞാന്നും ട്രെയിനടി തലവെച്ചും നിരവധി എണ്ണം ആത്മഹത്യയോടെ നമ്മുടെ ലോകത്തെ വിട്ടുപോകുന്നു. അപകടങ്ങളുടെ പെരുപ്പം വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ മദ്യപാനവും മയക്കുമരുന്നും വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സ്കൂളുകളിൽ പോകുന്ന പിഞ്ചോമനകളുടെ ബാഗുകൾ പരിശോധിച്ചാൽ അതിനകത്ത് നിന്ന് കമ്പുമുട്ടായും കോലുമുട്ടായും ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ കാലം മാറി. മയക്കുമരുന്നിന്റെയും കേബിൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? കേബിൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ 2 വോൾട്ടല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കമ്പുമുട്ടായിയും കോലുമുട്ടായിയും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ ബാഗുകളിൽ പരിശോധിച്ചാൽ നമുക്ക് കിട്ടിയിരുന്നത്. ആ കാലം മാറി. ബാഗുകളും ടിഫിൻ ബോക്സുകളും ഒക്കെ പരിശോധിക്കപ്പെടുമ്പോൾ പാൻപരാഗിന്റെയും അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെയും സുലഭമായ കാര്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ബാഗിനകത്ത് വന്നുപോലും ടീച്ചേഴ്സ് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ കലാലയങ്ങൾ ലഹരി കൊണ്ട് പുകയുന്ന ഒരു കാലഘട്ടം, കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം, അപകടങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം.
പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കൈവെട്ടുന്നതിനും കാലുവെട്ടുന്നതിനും സ്വന്തം മനുഷ്യനെ സ്വന്തം കൂടപ്പിറപ്പിനെ വെട്ടിക്കൊല്ലുന്നതിനും ഇത്ര തുക മേടിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ വളർച്ച ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതൊക്കെ പെരുകി വരുമ്പോൾ നമ്മൾ ചിന്തിക്കരുത്, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുടെ കുറവല്ല, ഇതെല്ലാമുണ്ട്. നിയമങ്ങളും നിയമ സംവിധാനങ്ങളും വിദ്യാഭ്യാസവും സകല സാഹചര്യങ്ങളും അറിവുകളുമൊക്കെ നമുക്കുണ്ടെങ്കിലും ഇതെന്തേ നമ്മുടെ ഈ സമൂഹം, നമ്മുടെ സഹപ്രവർത്തികൾ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഞങ്ങൾ ആരാധിക്കുകയും വായിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യം ആലേഖനം ചെയ്തിട്ടുണ്ട്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്തേ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, മറ്റു ഗ്രഹങ്ങളിൽ പോയി കല്ലും മണ്ണും വാരി പരിശോധിക്കുന്ന മനുഷ്യൻ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മനുഷ്യൻ, പുതിയ പുതിയ സ്ഥാപനങ്ങളും പുതിയ പുതിയ പദ്ധതികളും ആസൂത്രണം ചെയ്ത മനുഷ്യൻ, വിദ്യാഭ്യാസം കൊണ്ടും ആരോഗ്യം കൊണ്ടും ബലം കൊണ്ടും കരുത്തുകൊണ്ടും പലതിനെയും കീഴടക്കുവാൻ കരുത്തുള്ള മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ഇതിലെ നടക്കുന്ന നാൽക്കാലി മൃഗത്തിന് പോലുമില്ലാത്ത സ്വഭാവങ്ങൾക്ക് അടിമകളായി തീർന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ വിളിച്ചോതുന്നത്. മനുഷ്യർ ഇത്തരത്തിൽ തരം താഴുവാനുണ്ടായ കാരണം നമ്മൾ അന്വേഷിച്ചു പോയാൽ എന്തേ ഇവിടെ മതസ്ഥാപനങ്ങൾ, മതപാഠശാലകൾ ഇല്ലാഞ്ഞിട്ടാണോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അതോ മറ്റു കാര്യക്രമീകരണങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാ ക്രമീകരണങ്ങളും എല്ലാ പദ്ധതികളും നമുക്കുണ്ടെങ്കിലും മനുഷ്യൻ എന്തുകൊണ്ട് ഈ ദുർസ്വഭാവത്തിന് അടിമകളായിത്തീരുന്നു, സ്വഭാവ ദൂഷ്യത്തിനും വൈകൃതങ്ങൾക്കും അടിമകളായിത്തീരുന്നു എന്ന് പരിശോധിച്ച് പഠനം നടത്തിയപ്പോൾ വിശുദ്ധ വേദപുസ്തകം അതിന് നമുക്ക് ഉത്തരം തരുന്നു. എല്ലാ മനുഷ്യരും ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി, പാപം ചെയ്തവരായി, ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ മൂല്യച്യുതികൾക്കും മനുഷ്യന്റെ അക്രമവാസനകൾക്കും മനുഷ്യന്റെ മുമ്പോട്ടുള്ള പ്രവൃത്തി ദൂഷ്യത്തിനും എല്ലാം കാരണം മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന പാപമാണെന്ന് വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ അറിയാതെ കുടികൊള്ളുന്ന പാപം പെരുകിയതുകൊണ്ടാണ് മനുഷ്യന് ഇത്രയധികം ദുരിതക്കയത്തിലേക്ക് താണുപോകുന്നത് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് മാറ്റം വരേണ്ടത് വിദ്യാഭ്യാസ രംഗങ്ങളിലുള്ള പദ്ധതികൾക്കല്ല, നമുക്ക് മാറ്റം വരേണ്ടത് സാമൂഹിക പരിഷ്കരണങ്ങൾക്കല്ല, നമുക്ക് മാറ്റം വരേണ്ടത് നമ്മുടെ പാപത്തിന് പരിഹാരമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ നല്ല സ്വഭാവത്തിനുടമകളായി മനുഷ്യൻ മാറുകയുള്ളൂ എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്